ലങ്കൻ മണ്ണിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പരക്കിറങ്ങാൻ ഒരുങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും നീളുന്നത് ഒരാളിലേക്ക് മാത്രം, ഗൗതം ഗംഭീറിലേക്ക്. അനധിവിദൂര ഭാവിയിൽ തന്നെ അജിത് അഗാർക്കറിന്റെ തൊപ്പിതെറിക്കും എന്നിരിക്കെ ഗംഭീറിന്റെ കാര്യത്തിലും ചോദ്യങ്ങൾ ഏറെയുണ്ട്. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ആരാധകർ അത്രയ്ക്ക് ഹാപ്പി അല്ല. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 3 പരമ്പരകളാണ് ഇന്ത്യ തോറ്റത്. അയർലൻഡിനെതിരെ T20 സീരീസിൽ വൈറ്റ് വാഷ്, ഇംഗ്ലണ്ടിനെതിരെ ഏകദിന T20 പരമ്പരകൾ തോൽക്കുന്നു. ആകെ ജയിച്ചത് സിംബാബ്വെക്കെതിരെ മാത്രം. ടെസ്റ്റിലാണെങ്കിൽ ഗംഭീറിന് കീഴിൽ അട്ടർ ഫ്ലോപ്പാണ് ഇന്ത്യ. ഒരു കാലത്ത് ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര ജയിക്കാൻ പാടുപെട്ടിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന് കൂളായി ഇന്ത്യയെ തൂക്കി പോകുന്നു. റാങ്ക് ടേണർ പിച്ചൊരുക്കി ആ കുഴിയിൽ വീഴ്ത്താൻ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ എതിരാളികളെ കാത്തിരിക്കുന്നു. എതിരാളികൾ അതേ വാരിക്കുഴിയിൽ നമ്മളെ കറക്കി വീഴ്ത്തുന്നു. ഗംഭീർ തന്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ തുടർ തോൽവികൾക്ക് വിദേശ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആകാൻ താരങ്ങൾ പാടുപെടുന്നു എന്നാണ് ഗംഭീർ ന്യായം ചമച്ചതെങ്കിൽ, ഹോം സോയിലെ ടെസ്റ്റ് പരമ്പര തോൽവികൾക്ക് ഇന്ത്യൻ ടീം ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന ന്യായമാണ് ഗംഭീറിന് പറയാനുള്ളത്. ഗംഭീറിന് കീഴിൽ ഇന്ത്യ 20 ടെസ്റ്റ് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത്. അതിൽ 8 എണ്ണം വിജയിച്ചപ്പോൾ 10 എണ്ണത്തിൽ തോറ്റു. കിവീസിനും പ്രോട്ടീസിനുമെതിരെ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് വഴങ്ങി. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പരിശീലകനും നേരിടാത്ത സെറ്റ്ബാക്കുകൾ. 2024 സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ ഒരു പരമ്പര വിജയിച്ചാണ് ടെസ്റ്റിൽ ഗംഭീർ തന്റെ കാലം തുടങ്ങിയത്. എന്നാൽ ഒരു മാസത്തിനിപ്പുറം ന്യൂസിലൻഡിനെതിരായ 3 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പര ഇന്ത്യ ഹോമിൽ തോറ്റു. 12 വർഷത്തിലേറെക്കാലമായി ഇന്ത്യ ഹോം സോയിലിൽ തോൽവി എന്താണ് എന്ന് അറിഞ്ഞിരുന്നില്ല. തുടർച്ചയായ 18 സീരീസുകൾ വിജയിച്ചു വന്ന ഇന്ത്യയെ കിവീസ് അരിഞ്ഞിടുന്നു. ഗംഭീർ ആ നാണക്കേടിന്റെ റെക്കോർഡ് ചുമലിൽ പേറി. പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയപ്പെടുന്നു. നേരത്തെ രവിശാസ്ത്രിക്ക് കീഴിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ 2 പരമ്പരകൾ വിജയിച്ചതാണ് എന്നോർക്കണം. പിന്നീട് ഇംഗ്ലീഷ് പര്യടനത്തിന് മുമ്പ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അപ്രതീക്ഷിതമായി പടിയിറങ്ങുന്നു. ഇരുവർക്കും മേൽ ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. ഇംഗ്ലീഷ് മണ്ണിലെ പരമ്പര സമനില ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഇന്ത്യൻ യുവതര ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തു. ആ പരമ്പരയ്ക്ക് ശേഷം വിൻഡീസിനെതിരെ സ്വന്തം മണ്ണിൽ ഇന്ത്യ പരമ്പര വിജയിക്കുന്നു. ട്രാൻസിഷൻ പീരീഡിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ട്രാക്കിലാകുന്നത് കണ്ടപ്പോൾ ടെസ്റ്റിൽ ഒരു പുതുയുഗം പറക്കുന്നു എന്ന് സകലരും സന്തോഷിച്ചു. എന്നാൽ പ്രോട്ടിയാസിനെതിരെ ഇന്ത്യ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് വഴങ്ങിയതോടെ അതൊക്കെ അങ്ങ് പോയി കെട്ടി. തുടർച്ചയായ വർഷങ്ങളിൽ ഇന്ത്യ ഇതിനു മുമ്പ് സ്വന്തം മണ്ണിൽ പരമ്പരകൾ തോറ്റത് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 1983 7 മത്സരങ്ങളുടെ ഇടവേളയിൽ ഇന്ത്യ കളിക്കുന്ന 5 ടെസ്റ്റ് മത്സരങ്ങൾ തോൽക്കുന്നു. ഗംഭീറിന് കീഴിൽ ഹോമിൽ ഇന്ത്യ 4 ടെസ്റ്റ് മത്സരങ്ങളെ വിജയിച്ചിട്ടുള്ളൂ. 2 എണ്ണം ബംഗ്ലാദേശിനെതിരെയും 2 മത്സരങ്ങൾ വിൻഡീസിനെതിരെയും. ലോക ക്രിക്കറ്റിലെ മികച്ച ടീമുകൾക്കെതിരെ 5 മത്സരങ്ങളിൽ പോട്ടി. ഇനി രാഹുൽ ദ്രാവിഡിന്റെ റെക്കോർഡുകളുമായി ഇതിനെ താരതമ്യം ചെയ്ത് നോക്കൂ. ദ്രാവിഡിന് കീഴിൽ 24 ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത്. അതിൽ 14 വിജയിച്ചു. 7 എണ്ണത്തിൽ പരാജയം ഏറ്റുവാങ്ങി. 3 എണ്ണം സമനിലയിൽ കലാശിച്ചു. 2023 ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ടിക്കറ്റ് എടുത്തു. ദ്രാവിഡിന്റെ കീഴിൽ 58.3 ഇന്ത്യയുടെ വിജയ ശതമാനം. ഇനി രവിശാസ്ത്രിയുടെ കാലത്തേക്ക് നോക്കൂ. ശാസ്ത്രിക്ക് കീഴിൽ 46 മത്സരങ്ങൾ കളിച്ച ഇന്ത്യ അതിൽ 28 വിജയിച്ചു. 13 എണ്ണത്തിൽ തോറ്റപ്പോൾ 5 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. 60 ശാസ്ത്രിയുടെ വിജയ ശതമാനം. 20 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ഗംഭീറിന്റെ വിജയ ശതമാനമാകട്ടെ 40. അനിൽ കുംബ്ലെക്ക് കീഴിൽ 17 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഇന്ത്യ അതിൽ 12 വിജയിച്ചു. തോറ്റത് ഒറ്റ മത്സരത്തിൽ മാത്രം. 70 കുംബ്ലെയുടെ വിജയ ശതമാനം. കുംബ്ലെയും ദ്രാവിഡും ശാസ്ത്രിയും ചേർന്ന് 8 വർഷത്തിന്റെ ഹോമിൽ തോറ്റത് വെറും 4 ടെസ്റ്റ് മത്സരങ്ങളാണ്. ഗംഭീർ 2 വർഷത്തിന്റെ ഇതിനോടകം 5 ടെസ്റ്റുകൾ തോറ്റു കഴിഞ്ഞു. 2 വൈറ്റ് വാഷും. ഒരു ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ ഇന്ത്യ ഹോമിൽ ഇത്രയും അധികം മത്സരങ്ങൾ തോൽക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ജോൺ റൈറ്റിന് കീഴിൽ ഇന്ത്യ 4 ഹോം മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. എന്നാൽ അത് 5 വർഷത്തിനിടയിലാണ് എന്നോർക്കണം. ഗംഭീറിന്റെ പരാജയങ്ങൾക്ക് പല കാരണങ്ങൾ നിരത്താറുണ്ട് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ. അതിലൊന്ന് ട്രാൻസിഷൻ സമയത്ത് കൃത്യമായ പ്ലാനുകൾ ഇല്ല എന്നതാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അശ്വിനും അടക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വലിയ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വടികടി നിര തന്നെ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊരു ക്രൂഷ്യൽ സ്റ്റേജാണ്. ഈ ബോധ്യത്തിൽ കൃത്യമായ പ്ലാനുകൾ ഉണ്ടാകണം. എന്നാൽ ഗംഭീർ ടീമിൽ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അഭാവം ബാറ്റ് ലൈനപ്പിൽ വലിയൊരു വിടവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. T20 ക്രിക്കറ്റ് മാത്രം കളിച്ചു വളർന്ന യുവതാരങ്ങൾക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ വിജയിക്കാൻ ആവശ്യമായ മാനസിക പക്വതയോ സാങ്കേതിക തികവോ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ജസ്പ്രീത് ബുംറയെ ബോളിംഗിൽ വല്ലാതെ ആശ്രയിക്കുന്നത് തുടരുകയാണ് ഇന്ത്യ. ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന അവസ്ഥയാണ് പല സീരീസുകളിലും.
സിറാജിനെ മാറ്റി നിർത്തിയാൽ പൂർണ്ണ വിശ്വാസത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന ബോളർമാരൊന്നുമില്ല. അതേസമയം മുഹമ്മദ് ഷമി അടക്കമുള്ളവരെ കാരണങ്ങളില്ലാതെ പുറത്തിരുത്തിയിരിക്കുകയുമാണ്. എന്നിട്ട് ബുംറയെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന പരിദേവനങ്ങളും. അങ്ങനെ പ്രതിസന്ധികൾ പലതാണ്. സോ ശ്രീലങ്കൻ പരമ്പര ഗംഭീറിനെ സംബന്ധിച്ച് നിർണായകമാണെന്ന് പറയേണ്ടി വരും. ഇതുകൂടെ തോറ്റാൽ ടെസ്റ്റിൽ ഗംഭീറിന്റെ തൊപ്പി ധരിക്കും. സ്പിന്നിന് അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ശ്രീലങ്കൻ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെ കളിക്കും എന്ന് കണ്ടറിയണം. എതിരാളികളെ കുരുക്കി വീഴ്ത്താൻ ഇന്ത്യയിൽ റാങ്ക് ടേണർ പിച്ചൊരുക്കിയ ഗംഭീർ സ്വന്തം കുട്ടികളെ സ്പിന്നിനെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒടുവിൽ തങ്ങൾ കുടിച്ച കുടിയിലേക്ക് തന്നെ ഫ്രൂട്ടീസും കിവീസും ഇന്ത്യക്ക് വീഴ്ത്തി. പരിക്കേറ്റ സായ് സുദർശന് പകരം സർഫറാസ് ഖാൻ ടീമിലെത്തിയിട്ടുണ്ട്. ഏറെക്കാലം അവഗണനകൾ നേരിട്ട സർഫറാസിനെ ഗംഭീർ 11-ൽ എങ്ങനെ പരിഗണിക്കും എന്ന് അറിയില്ല. ലങ്ക ഇന്ത്യക്ക് അഗ്നിപരീക്ഷ തന്നെയാണ്. ഇന്ത്യക്ക് മുന്നിൽ മൈതാനങ്ങളിൽ ഇപ്പോൾ ദുർബലർ എന്ന കാറ്റഗറിയിൽ ആരുമില്ലാത്ത കാലമാണല്ലോ. കണ്ടറിയണം ഗംഭീറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്.